അതിന്റെ പൂർണ്ണതയിലെത്തുന്നത് സർവേശ്വരന്റെ സാന്നിധ്യത്തിൽ തുടക്കം കുറിക്കുമ്പോഴാണ്. ഈ ഒരു സുദിനവും ഏറ്റവും ഭംഗിയാക്കി തീർക്കുവാനായി ഈശ്വര പ്രാർത്ഥനയിലൂടെ തന്നെ നമുക്ക് തുടക്കം കുറിക്കും. അതിനായി ശ്രീറാം ആൻഡ് കാർത്തിക സാധനം ക്ഷണിക്കുന്നു. ഒത്തുചേരലിന്റെ കൂട്ടായ്മയുടെയും സന്തോഷത്തിന്റെയും പ്രതീകമായാണ് ഓരോ ഓണവും എത്തിച്ചേരുന്നത്. ഈ ഓണക്കാലം സന്നദ്ധമായി ജീവിക്കുന്നതിലൂടെ കൊണ്ടാടാൻ സാധിച്ചത് ഞാൻ എന്നെപ്പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും അതീവ സന്തുഷ്ടരാണെന്ന് നിങ്ങളുടെ മുഖം തന്നെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എസ്എമ്മിന്റെ നെടുന്തൂണായ അത് ഞാൻ പറയാറുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ആരാ മാത്രമല്ല നമുക്ക് ഇതെല്ലാം ഇരട്ടിയാണ്. ആ രീതി തന്നെ എനിക്ക് റെസ്പോണ്ട് ചെയ്യണം. നമ്മുടെ നെടുന്തൂണായ ദീപം കൊളുത്തി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാൻ സംസാരിക്കുവാനുമായി മാമിനെ സാധനം ക്ഷണിക്കുന്നു. അപ്പം ആദ്യം തന്നെ ആദ്യം തന്നെ ഷെമിൻ സ്വാഗതം ചെയ്തു. എന്നാലും എന്റെ ഒരു ഡ്യൂട്ടി ഉണ്ട് നിങ്ങളെ എല്ലാവരും ഒഫീഷ്യലി ഒന്നുകൂടെ സ്വാഗതം ചെയ്യാന്നുള്ളത്. സോ അവിടുന്ന് തന്നെ പോരട്ടെ. ടൂർസ് ആൻഡ് ട്രാവൽസ് ടീം ഞാൻ നേരത്തെ പറഞ്ഞതിലും അല്ല നേരത്തെ നമ്മൾ കണ്ടതിലും കുറച്ചുകൂടെ ബിഗ് ടീമായിട്ട് വളർന്നിരിക്കുന്നുണ്ട്. പ്രൗഡ് ഓഫ് യു ജോയൽ ആൻഡ് ടീം, വണ്ടർഫുൾ കോർഡിനേഷൻ. ജോയൽ ആൻഡ് ടീമിനെ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നു. പുതിയൊരാളുണ്ട്, നമ്മൾ പരിചയപ്പെടാൻ ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ, അക്കാഡമി ടീം 1-2 പേര് അക്കാഡമി ടീമിൽ, 3 പേര് ഇല്ല. ഇൻ ദർ ആബ്സെൻസ് ഓൾസോ ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എന്റെ ബാക്കിയുള്ള എന്റെ നല്ല എല്ലാവരും എന്ത് തന്നെയാണ്, എന്നാലും കൂടുതൽ നേരം നിങ്ങളുടെ കൂടെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് സ്റ്റഡി അബ്രോഡ് ടീം എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ ഒരു കുഞ്ഞ് ചെറിയ ഓണ നിറവ് 2025ലേക്ക് സ്വാഗതം ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു നമ്മളിതൊന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വിളക്ക് കൊളുത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഒരു 2 വാക്ക് നിങ്ങളോട് പറഞ്ഞ് അവിടെ നിർത്തുകയും ചെയ്യാം. ഓക്കെ, ഇപ്പം വിളക്ക് കൊളുത്താനായിട്ട് ഓരോ ടീമിലും ജോയലിന്റെ ടീമിൽ ജോയലും ഒരാളും കൂടെ പോരുക, ഒരു സീനിയർ മെമ്പറേയും കൂടെ കൊണ്ടുവരിക. അത് നിങ്ങളുടെ ഒരു അവകാശമാണ്. ഞാൻ ആരെ വിളിക്കണം എന്ന് പറയരുത്. നിങ്ങളിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു മെമ്പർ, പ്രായത്തിലല്ല സാറ്റമോണിക്കയിലെ സീനിയർ ആയിട്ടുള്ള ഒരു മെമ്പർ കൊണ്ടുവന്നാൽ നന്നായിരിക്കും. ജോയലിന്റെ ടീമിൽ നിന്ന് ഒരാൾക്ക് വരാം, അക്കാഡമിയിൽ നിന്ന് അതുപോലെ തന്നെ ഒരാൾ വരാം. പ്രദീപ് അത് ലീഡ് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ ടീമിൽ നിന്നും ഈ ഇതിനകത്ത് 3, 4, 5, 6, 7 എല്ലാ ഡിപ്പാർട്ട്മെന്റും ഫ്രണ്ട് ഡെസ്ക്, വിസ, അഡ്മിഷൻസ്, ഇങ്ങനെ നമ്മുടെ എല്ലാവരുടെയും കൂടെ ഉള്ള ഒരു ഓണാണ്. അതല്ലാതെ ഇവിടെ ഓരോരുത്തരും വീലൊന്നല്ല. അത് നിങ്ങൾ തന്നെ എഴുന്നേറ്റ് വരിക. ഓരോ ടീം മെമ്പേഴ്സും വന്ന് വിളക്ക് കൊളുത്തി നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. ടെസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾക്കും വരാം. വന്ന് ജോയൽ, ജിൻസി, സിമി, മാനസ, ആരടുത്ത ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നേ പ്ലീസ്. ഞാൻ വിളിക്കാൻ നിൽക്കത്തില്ല. ഓർക്കോ അഡ്മിഷൻസിൽ ആരില്ല. എത്ര പേരായി? ഓക്കെ,
പോരല്ലോ? വേണം. വേണോ വേണ്ടയോ? വിശപ്പായെന്ന് അറിയാം. പരിപാടി ആസ് യൂഷ്വൽ പറഞ്ഞതിൽ കുറച്ച് ഡിലേഡ് ആയിട്ടാണ് സ്റ്റാർട്ട് ആയത്. ഓണം എന്ന് പറയുന്നത് ഞാൻ ഇനി പഴയ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ആസ് യു ഓൾ നോ, ഇത് മലയാളിയുടെ ഒരു പ്രൈഡാണ്. മലയാളിക്ക് മാത്രമുള്ള ഒരു സെലിബ്രേഷൻ ആണ്. നമ്മുടെ പിള്ളേർ പോയവരൊക്കെ ഓണം ആഘോഷിച്ച് കഴിഞ്ഞേക്കുന്നത് അല്ലേ? നമ്മൾ എവിടെ സ്റ്റാറ്റസ് എടുത്താലും നമ്മളെക്കാൾ ഏറെ ഇത് വിദേശത്തോട്ട് ഈ ട്രെൻഡ് കൊണ്ടുപോയത് നമ്മുടെ പിള്ളേർ തന്നെയാണ്. നമുക്ക് രണ്ട് കാര്യമാണ് മലയാളിക്ക് സ്വന്തമുള്ളത്. ഒന്ന് നമ്മുടെ ഓണം, ഇതുപോലെ തന്നെ നമ്മുടെ മാത്രം സ്വന്തമായിട്ട് ഒരു സാധനം കൂടെ ഉണ്ട്. എനി ഐഡിയ? അത് കേൾക്കുമ്പോൾ അറിയാം മലയാളിയാണ്. സോറി, നമ്മുടെ സ്വന്തം അല്ല, മലയാള ഭാഷ. വേരവോ വീഗോ, ഇത് രണ്ടും നമ്മൾ മാത്രമേ, വേറെ ആരുമില്ല. നമ്മൾ തുടങ്ങിയത് അതേഴ്സ് ഫോളോ ചെയ്യും. അപ്പൊ നമ്മൾ വേണം ഇത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഫോളോ ചെയ്യാനായിട്ട്. എനിക്കറിയാം, എന്റെയൊക്കെ ഫാമിലിയിലൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഓണാഘോഷം വളരെ ചെറിയ പ്രായത്തിലുള്ളത് കഴിഞ്ഞാൽ പിന്നെ വീടുകളിലുള്ള ഓണാഘോഷമൊക്കെ കുറവാണ്. നമ്മൾ ഈ ഓഫീസിൽ വന്നാണ് ഈ ഓണം ആഘോഷിക്കുന്നത്. അപ്പം എന്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, നമ്മളിത് ഈ ട്രഡീഷൻസ് കൊണ്ടുപോകണം. നമ്മുടെ പിള്ളേർ പുറത്തുപോലെല്ലാം ചെയ്യുന്നുണ്ട്. നാട്ടിലിരിക്കുന്ന പിള്ളേർക്ക് ഓണം എന്താണെന്നോ ഓണം എങ്ങനെയാണ് ആഘോഷിക്കുന്നതെന്നോ അല്ലെ ഓണം എന്താണെന്നോ. ഞാൻ ഈ തോരൻ ഇവിടെ കെട്ടുമ്പോൾ തന്നെ ഇതിനൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ തോരൻ ഇത് കുറച്ച് ബോറായി, ഇത് അംഗനവാടി മോഡലായി. അതെന്താന്ന് പറയാ, നമ്മൾ ഈ പണ്ടത്തെ കാലത്ത് ഓണം കാണാത്തതുകൊണ്ടാ. കുർത്തോല കെട്ടി, ഊഞ്ഞാല് കെട്ടി, അതിനെ പൂ കെട്ടി ഒക്കെ ആയിരുന്നു. അപ്പൊ നമുക്കിവിടെ കുർത്തോലൊന്നും കിട്ടാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ആ ഒരു മൊസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ ഞാൻ പറയുന്നത്, ഓണം നമ്മൾ ഇനിയുള്ള ജനറേഷനിൽ, കാരണം ഇതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി പോവാ, ഏറ്റവും നല്ലൊരു ആഘോഷമാണ്. ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ടവരൊക്കെ എന്നാ പറയാ, പുതിയ ഡ്രസ്സ് മേടിച്ചും പൂ വെച്ചും, ഒരിക്കലും അങ്ങനെ ഒരുക്കി വരാത്ത എത്ര പേര് ഇവിടെ ഉണ്ട്. ഇന്നിപ്പോ ഓർത്തിരിക്കുന്നുണ്ടോ? ബിക്കോസ് ദിസ് ഇസ് ലൈക്ക് ഒരു കളേഴ്സ് ആണ്, ഒരു യൂണിറ്റി ആണ്. അപ്പൊ ആ ഒരു വൈവിധ്യം നമ്മുടെ മക്കളിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമുക്ക് ഈ ഓണം എന്താണെന്ന് അറിയാൻ മേലാത്തവരിലേക്ക് നമ്മൾ ഒരുക്കി പോകുമ്പോൾ വേണം അവരെ ചോദിക്കാൻ ഇതെന്തായിരുന്നു. അപ്പൊ നമ്മൾ പറയുന്ന ഓണം എന്താണ്. അപ്പൊ ആ കൾച്ചർ നമ്മൾ ഫോളോ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഇതെന്താന്ന് പഠിക്കണം. ഓക്കെ, ഇതിന്റെ പിന്നിലുള്ള ഒരു ഐതിഹ്യം ആസ് യു ഓൾ നോ, മഹാബലിയെ ചവിട്ടി താഴ്ത്തിയതിന് കഴിഞ്ഞ് വന്ന ഒരു ആഘോഷമാണിത്. സോ എവരി ചവിട്ടി താഴ്ത്തൽ നമ്മൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ ചവിട്ടി താഴ്ത്തലിന് ശേഷം ഇത്ര വലിയൊരു കൾച്ചർ ആ ചവിട്ടി താഴ്ത്തലിന് ശേഷം വർഷങ്ങളായിട്ട് ആഘോഷിച്ചുകൊണ്ട് വരിക. അങ്ങേത് ചവിട്ടി താഴ്ന്നത് കൊണ്ടാണ് തുടങ്ങിയത് അല്ലെ? ചവിട്ടി താഴാനൊരു കാരണം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാ? മഹാബലി ഭയങ്കര ദാനശീലനും അഹങ്കാരം ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു എന്നാണ് കഥകളിൽ പറയുന്നത്. പക്ഷെ വെൽ നോൺ ഫോർ ദിസ് ദാനശീലം അല്ലെ? ഈ ദാനശീലം കൂടുകയും ചെയ്തു. അവിടെ മഹാബലിക്ക് ഒരു അണ്ടർ എസ്റ്റിമേഷനും ഉണ്ടായി. എന്താ ഉണ്ടായത്? 3 അടി മണ്ണ് 3 അടി ചോദിച്ചപ്പോ എടുത്തോളാനായിട്ട് പിന്നെ ഒന്നും ചിന്തിക്കാതെ പറഞ്ഞു. സോ ആരെയും നമ്മള് ചെറുതായി കാണാൻ പാടില്ല. അതും ഇതിന്റെ പിറകിലുള്ളവരും ഈ ആഘോഷങ്ങൾ നമ്മൾ കൊണ്ടുപോകുന്നതിന്റെ പിറകിലുള്ളൊരു കാര്യങ്ങളാണ് പറയുന്നത്. ആരെയും നമ്മൾ ചെറുതായി കാണാനും പാടില്ല. അതും ഇതിന്റെ പിന്നിൽ കൂടെ പോകുന്ന ആ സത്യങ്ങളാണ് അല്ലെ? അപ്പൊ നമ്മള് ആൾക്കാരെ കാണുമ്പോഴും നമ്മള് പുതിയ സാഹചര്യങ്ങളിൽ ചെല്ലുമ്പോഴും ഒന്നും നമ്മളൊരു അതിന്